നമ്മുടെ പുതിയ തലമുറ അക്രമത്തിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും വഴിമാറുകയാണ്. വിദ്യാർത്ഥികൾ മുതൽ യുവജന നേതാക്കൾ വരെയും കുറ്റകൃത്യ കേസുകളിൽ പ്രതികളാകുന്നു. വയനാട് വയോധികയെ കൊലപ്പെടുത്തിയത് ഒരു 17-കാരനാണ്. അതിനിടെയാണ് കാസർഗോഡ് നിന്ന് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത വരുന്നത്. കാസർഗോഡ് SFI നേതാവിനെതിരെ ലൈംഗിക അതിക്രമ പരാതി. SFI കാസർഗോഡ് ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഫോണിൽ അശ്ലീല ദൃശ്യങ്ങളും സന്ദേശവും അയച്ചെന്ന് SFI പ്രവർത്തകയായ പെൺകുട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. K. അനുരാഗിനെതിരെ പരാതി നൽകിയത് SFI ഏരിയ കമ്മിറ്റി അംഗമായ പെൺകുട്ടി. CPM ജില്ലാ സെക്രട്ടറിക്കാണ് പരാതി നൽകിയത്. അനുരാഗിനെതിരെ നടപടിക്ക് സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, ഒരു SFI നേതാവിനെതിരെ ജില്ലാ സെക്രട്ടറിക്കെതിരെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള പെൺകുട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഫോണിൽ അശ്ലീല ദൃശ്യങ്ങൾ അയക്കുന്നു, സന്ദേശം അയക്കുന്നുവെന്ന്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ട്? ഇത് പാർട്ടി നേതൃത്വത്തിന് മാത്രമാണ് പരാതി നൽകിയത്, അതോ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ അനുരാഗിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ ഈ പെൺകുട്ടി? ടോമേ, നിലവിൽ പാർട്ടിക്കാണ് ഈ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. അതായത് SFI ജില്ലാ സെക്രട്ടറി K. അനുരാഗിനെതിരെയാണ് ഗുരുതരമായ ആരോപണം. അതും ഏരിയ കമ്മിറ്റി അംഗം തന്നെയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്ത് വന്നത് എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. എന്തായാലും നിരന്തരമായി ഇത്തരത്തിൽ അശ്ലീല വീഡിയോയും അതുപോലെ തന്നെ സന്ദേശങ്ങളും നിരന്തരമായി അയക്കുന്നതെന്നാണ് പരാതി. ഇത് സംബന്ധിച്ച് ഏരിയ കമ്മിറ്റിക്കാണ് ആദ്യം പരാതി നൽകുന്നത്. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി ആദ്യം തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിക്ക് പരാതി നൽകി. അവിടെ ഒരു യോഗം ചേർന്നു. പക്ഷേ അതിലൊരു തീരുമാനമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി M. രാജഗോപാലിന് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അടിയന്തരമായ യോഗം ചേർന്ന് ഇതിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ പെൺകുട്ടി ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല. എന്തായാലും അനുരാഗിനെതിരെ നടപടിയെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഇത് പോലീസിലേക്ക് ഒരു പരാതിയായി ചെന്നാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാവും. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പാർട്ടി വലിയ ക്ഷീണം നേരിടുന്ന ഒരു സമയമാണ്. കാസർഗോഡ് ജില്ലയിലൊക്കെ അവരുടെ കരുത്തൊട്ട സ്ഥലം തൃക്കരിപ്പൂറും അതുപോലെ തന്നെ ഉദുമയും ഒക്കെ നഷ്ടപ്പെട്ട് വലിയ തോതിൽ ക്ഷീണം സംഭവിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഒരു ലൈംഗിക ആരോപണ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പീഡന ആരോപണ പരാതി കൂടി പാർട്ടിക്ക് നേരെ വരികയാണെങ്കിൽ അത് തീർച്ചയായും വലിയ പ്രതിരോധത്തിൽ തന്നെ പാർട്ടിയാവും. അതുകൊണ്ട് തന്നെ ഈ പരാതി വളരെ ഗൗരവത്തിലെടുത്ത് ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയായ K. അനുരാഗിനെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ 2 മാസം മുൻപ് ഇങ്ങനെ പരാതി നൽകിയിട്ടും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരാതി പോലീസിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ മുന്നിൽ കണ്ടതുകൊണ്ടാണ് ജില്ലാ സെക്രട്ടറി തന്നെ മുൻകൈയെടുത്ത് ഈ കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. എന്തായാലും നിരന്തരമായി പെൺകുട്ടിക്ക് നേരെ ഇത്തരത്തിൽ മൊബൈലിലൂടെ അശ്ലീല ദൃശ്യങ്ങളും അതുപോലെ സന്ദേശങ്ങളും അയക്കുന്നതെന്നാണ് പരാതി. അത് കഴിഞ്ഞ 2 മാസം മുൻപ് തന്നെ ഇത് പാർട്ടിയെ ഈ കാര്യം അറിയിച്ചു. ഏരിയ തലത്തിൽ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിക്ക് പരാതി അയച്ചു. പക്ഷേ നടപടി ഉണ്ടായില്ല. അങ്ങനെ ജില്ലാ സെക്രട്ടറിക്ക് തന്നെ പരാതി നൽകുന്ന സാഹചര്യമായി ഉണ്ടായി. നമുക്കറിയാം, നേരത്തെയും CPM-നെതിരെ പാർട്ടിക്കെതിരെ DYFI-യിലും ഒക്കെ ഇത്തരത്തിൽ ലൈംഗിക ആരോപണ പരാതി നിരവധി നേരത്തെ ഉണ്ടായിരുന്നു. വലിയ വിവാദങ്ങളും കോലാഹലങ്ങളുമായതാണ്. അത്തരത്തിൽ അങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്ക് ഇത് നീങ്ങാതെ വളരെ പെട്ടെന്ന് തന്നെ അനുരാഗിനെതിരെ ഒരു നടപടി സ്വീകരിച്ച് ഈ പരാതിയിൽ ഒരു പരിഹാരം, ഈ പെൺകുട്ടിക്ക് ഒരു നീതി നൽകുക എന്നാണ് ഇപ്പോൾ പാർട്ടി ആലോചിക്കുന്നത്. അതല്ലെങ്കിൽ ഈ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതാണ്. നടപടി ഈ അനുരാഗിനെതിരെ വേണമെന്നാണ് ഈ പെൺകുട്ടി ആവശ്യപ്പെടുന്നത്. കാരണം യഥാർത്ഥത്തിൽ ഒരു ലൈംഗിക അതിക്രമ ശ്രമം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപ് CPM-ന്റെ ഉന്നത നേതാക്കൾക്കെതിരെ പോലും, P. ശശിയെ പോലുള്ള നേതാക്കൾക്കെതിരെ പോലും ലൈംഗിക അതിക്രമ പരാതി ഉയർന്നിട്ടുണ്ട്. PK ശശിയെ പോലുള്ള നേതാക്കൾക്കെതിരെ ഏറ്റവും ഒടുവിലായി DYFI തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി വൈശാഖിനെതിരെ പരാതി ഉയർന്നിരുന്നു. അതൊക്കെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകുന്നു, പാർട്ടി കോടതി തീർപ്പ് കൽപ്പിക്കുന്നു. പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ, അതായത് ആദ്യഘട്ടത്തിൽ ഒരു പരാതി വരുമ്പോൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി, അല്ലെങ്കിൽ അത് മറ്റൊരു രീതിയിലുള്ള ഒരു നിയമ നടപടികളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വം ഇടപെട്ട് അവരെ താൽക്കാലികമായി മാറ്റി നിർത്തും. പിന്നെ വീണ്ടും ഈ നേതാക്കളെല്ലാം, അതായത് ഇതുപോലെ സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ എല്ലാ കേസുകളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അവരെല്ലാം പിന്നീട് പാർട്ടിയിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിലെ DYFI നേതാവ് വൈശാഖിന് സംഭവിച്ചു അതാണ്. അതായത് ആദ്യം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു, ആരോപണം ഉയർന്ന ശേഷം പിന്നീട് തിരികെ വരുന്നു, പിന്നീട് അധികാര സ്ഥാനങ്ങളിലേക്ക് വരുന്നു. ഇവിടെയും ഇതൊക്കെ തന്നെയായിരിക്കുമോ സംഭവിക്കുക? അതായത്
ഈ പെൺകുട്ടി ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് ഒരു ലൈംഗിക അതിക്രമ ശ്രമമുണ്ട് ഇവിടെ. ഇയാൾക്കെതിരെ, അനുരാഗിനെതിരെ കർശനമായ നടപടി വേണ്ടതാണ്. മാത്രമല്ല, ഇത്തരമൊരു പരാതി പാർട്ടി നേതൃത്വത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അത് മറച്ചു വെക്കുകയല്ലല്ലോ വേണ്ടത്. നിയമ നടപടി വേണ്ടേ? പോലീസിൽ ഇക്കാര്യം അറിയിക്കണ്ടേ? അത്തരമൊരു നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ ബൈജു? ടോമേ, സാധാരണ ഇത്തരം പരാതി വന്നാൽ അത് പോലീസിലേക്ക് പോവുകയല്ല, പാർട്ടി കോടതി തന്നെ ഇതിലൊരു തീരുമാനം എടുക്കുന്നതാണ് നമ്മൾ പലപ്പോഴും. അത് പി കെ ശശിയുടെ ആയാലും പി ശശിയുടെ ആയാലും നമ്മളത് കണ്ടതാണ്. പിന്നീട് മാസങ്ങൾക്ക് ശേഷം ഇവരെ തിരിച്ചെടുക്കുന്നു, വലിയ സ്ഥാനത്തേക്ക് ഇവർ എത്തുന്നു. അതൊക്കെ നമ്മൾ പലതരത്തിലും പല സംഭവത്തിലും കണ്ടതാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇതിപ്പോൾ SFIയുടെ ഒരു ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് ഗുരുതരമായ ഒരു പരാതി വന്നിരിക്കുന്നത്. അതും ഏരിയ തലത്തിലുള്ള ഏരിയ കമ്മിറ്റി അംഗമായ വനിതയാണ് ഇങ്ങനെ ഒരു പരാതിയുമായി രംഗത്ത് വന്നത്. അത് ഏരിയ കമ്മിറ്റിക്ക് പരാതി നൽകുന്നു. പക്ഷേ അവിടെ ഏതെങ്കിലും തരത്തിലൊരു നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്ന രീതിയിലൊരു തീരുമാനമെടുക്കാനോ പാർട്ടി നേതൃത്വം തയ്യാറാകുന്നില്ല. അങ്ങനെ അത് ജില്ലാ കമ്മിറ്റിക്ക്, അതായത് ജില്ലാ സെക്രട്ടറിക്ക് തന്നെ നേരിട്ട് അയക്കുന്ന പരാതി നൽകുന്ന ഒരു സാഹചര്യം വേണ്ടത്. പെൺകുട്ടി പ്രധാനമായും ആവശ്യപ്പെടുന്നത് SFI എന്ന് പറയുമ്പോൾ കരുത്തുറ്റൊരു പ്രസ്ഥാനമാണ്, വനിതകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് ഇത്തരത്തിൽ ഈ അശ്ലീല സന്ദേശങ്ങളും അശ്ലീല ദൃശ്യങ്ങളും ഒക്കെ അയക്കുന്ന ഒരാൾ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നത് ശരിയല്ല. ആദ്യം ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. നിലവിൽ പോലീസിലേക്ക് പരാതി പോയിട്ടില്ല. പക്ഷേ ഇവിടെ പാർട്ടി ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ, ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് പോലീസിലേക്ക് പോകാൻ തന്നെയാണ് പെൺകുട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ കമ്മിറ്റി ഇതിൽ അടിയന്തരമായ ഒരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ ആലോചന നടത്തുന്നത്. വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച് യോഗം ചേരും. ഈ അനുരാഗിനെതിരെ, അതായത് ഇപ്പോൾ പാർട്ടി ഈ SFI ആദ്യം സ്ഥാനത്ത് നിന്ന് നീക്കുകയാണ് ഒരു പക്ഷേ ഉണ്ടാവുക. അത്തരം നടപടികളിലേക്ക് ഇപ്പോൾ പാർട്ടി നേതൃത്വം നിർബന്ധിതമായിരിക്കുന്നു കടക്കാൻ എന്ന് വേണം പറയാൻ. പലപ്പോഴും ഇത്തരം കേസുകളിൽ ഇരകൾക്ക് നീതി ലഭിക്കുന്നത് വളരെ കുറവാണ്. പ്രധാനമായും പരാതിക്കാരി ഇത്തരത്തിൽ പരാതി നൽകുകയും പിന്നീട് അത് വളരെ ദിവസങ്ങളോളം നീണ്ടുപോവുകയും അതിന്മേൽ ചർച്ചകൾ നടന്ന് ഒടുവിൽ ഈ പരാതി ഒന്നുമല്ലാതാവുന്ന സാഹചര്യമാണ് പല കേസുകളിലും കണ്ടത്. അങ്ങനെ ഒരു രീതിയിലേക്ക് ഇത് മാറരുത്. ഇതിൽ കൃത്യമായ നടപടി വേണമെന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ ഈ പെൺകുട്ടി ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനം ഈ സ്ഥാനത്ത് നിന്നും ആദ്യം അനുരാഗിനെ മാറ്റണം. അതാണ് ഏറ്റവും. ഇവിടെ നമുക്കറിയാം, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, മുൻ MLA ആണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക അതിക്രമ പരാതി വന്നപ്പോൾ അവിടെ സമരരംഗത്ത് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് SFIയും DYFIയുമാണ്. അതിനുശേഷം ഇപ്പോൾ പാലക്കാട്ടെ നഗരസഭാ കൗൺസിലർ, കോൺഗ്രസ് കൗൺസിലറായിട്ടുള്ള പ്രശോഭനെതിരെ ലൈംഗിക അതിക്രമ പരാതി നിലനിൽക്കുന്നുണ്ട്. അയാൾക്കെതിരെയും പ്രതിഷേധം നടത്തുന്നത് ഈ DYFI ആണ്. പക്ഷേ അങ്ങനെ ഒരു വശത്ത് ഇരകൾക്കൊപ്പമാണെന്ന് പറയുകയും മറുവശത്ത് ഇരയ്ക്ക് സംരക്ഷണം നൽകാത്തൊരു സംവിധാനമായി SFI പോലുള്ള അല്ലെങ്കിൽ DYFI പോലുള്ള സംഘടനകൾ മാറുന്നത്, എങ്ങനെ ഈ സംഘടനകളിലേക്ക്, ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലേക്ക് പെൺകുട്ടികൾക്ക് കടന്നു വരാൻ കഴിയും? അവിടെ പോലും അവരുടെ ആ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ തങ്ങൾക്ക് വേണ്ടത്ര സുരക്ഷിതത്വമില്ല എന്നൊരു അവസ്ഥ പോലും ഈ പെൺകുട്ടികൾ നേരിടുന്നുണ്ടല്ലോ. ഇത് SFI നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടേണ്ടതാണ്. മാത്രമല്ല പാർട്ടി നേതൃത്വം ഇടപെടേണ്ടതാണ്. മാത്രമല്ല ഇവർക്കെതിരെ ഈ രീതിയിൽ പാർട്ടി തലത്തിൽ മാത്രം നടപടി പോരല്ലോ, ഒരു നിയമ നടപടിയും ആവശ്യമല്ലേ ബൈജു? തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ നമ്മൾ കണ്ടതാണ് വലിയ തോതിലുള്ള പ്രതിഷേധം. അത് SFIയുടെ ഭാഗത്തുനിന്നും DYFIയുടെ ഭാഗത്തുനിന്നും CPIയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉള്ളത്. അത് സമാനമായ ഒരു അത്രത്തോളം ഗൗരവം അല്ലെങ്കിലും ഒരു പെൺകുട്ടിയെ നിരന്തരമായി മൊബൈലിലൂടെ ദൃശ്യങ്ങൾ അയക്കുക, അശ്ലീല ദൃശ്യങ്ങൾ അയക്കുക, സന്ദേശങ്ങൾ അയക്കുക, അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരാതി അത്രയും സഹികെട്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു പരാതിക്ക് തയ്യാറായത്. ഒരു പക്ഷേ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നതിനപ്പുറം എന്തെങ്കിലും തരത്തിലുള്ള ഈ SFI ജില്ലാ സെക്രട്ടറി ഭാഗത്തും ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ നമുക്കറിയില്ല. സാധാരണ ഇത്തരം പാർട്ടി കോടതികളിലാണ് ഇത്തരം പരാതികൾ പോവുക. അതിൽ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് പുറത്തേക്കൊക്കെ വരാറുള്ളത്. അങ്ങനെ നീതി ലഭിക്കുന്നില്ല എന്നുള്ളൊരു ഘട്ടത്തിലാണ് ഇത് വാർത്തയായി പുറത്തു വരുന്നതെന്നും ഓർക്കണം. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾക്കെതിരെ വലിയ പ്രതിഷേധമുയർത്തിയൊരു പ്രസ്ഥാനമാണ് പ്രത്യേകിച്ച് SFI. തെരുവിൽ തല്ലുകൂടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളാണ് ഇത്തരത്തിൽ അതിന്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ആളാണ് ഇങ്ങനെ ഒരു ആരോപണത്തിൽ ഇപ്പോൾ ഉള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നടപടിയെടുക്കേണ്ട പ്രസ്ഥാനം
പക്ഷേ അയാളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക്, അതായത് എം രാജഗോപാലിന്റെ ജില്ലാ സെക്രട്ടറിക്ക് തന്നെ ഇങ്ങനെ ഒരു പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇന്ന് തന്നെ ഈ ഒരു പരാതിയിൽ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് ഒരു നടപടി സ്വീകരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ വലിയ പ്രതിരോധത്തിലാവും. കാരണം ഇത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ പരാതി പോകുന്നതെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ UDF ഭരണം കൂടിയാണ്, അത് വലിയ തോതിൽ പാർട്ടിയെ ബാധിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വൈകിയാണെങ്കിലും പാർട്ടി ഈ വിഷയം വളരെ ഗൗരവത്തിലെടുത്തുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു പെൺകുട്ടിക്ക് നേരെയും അത് ഒരു സ്പർശമായാലും ഇത്തരത്തിലുള്ള സംഭവമായാലും അത് ഉണ്ടാകരുത്. അത് പ്രധാനമായും SFI പോലുള്ള ഒരു പ്രസ്ഥാനത്തിൽ, കാരണം സ്ത്രീകളുടെയും മറ്റു കുട്ടികളുടെയും സംരക്ഷണത്തിന് മുന്നിൽ ചുവയുള്ള സന്ദേശമാണെങ്കിലും പരാമർശങ്ങളാണെങ്കിലും അത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്, ലൈംഗിക അതിക്രമ ശ്രമമാണ്. പാർട്ടി തലത്തിൽ മാത്രം നടപടി പോരാ, നിയമപരമായിട്ടുള്ള നടപടിയും സ്വീകരിക്കണം. എന്തായാലും ആ പെൺകുട്ടി അങ്ങനെ മുന്നോട്ട് വരികയാണെങ്കിൽ അവർക്ക് പിന്തുണ നൽകാൻ പാർട്ടി നേതൃത്വം തയ്യാറാകണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.